നിന്റെ ജീവിതത്തിൽ നീ ദൈവ പൈതലാകണം, ദൈവ മക്കളാകണം, ദൈവത്തിന്റെ മകനാകണം, ദൈവത്തിന്റെ മകളാകണം. ഹല്ലേലൂയ. അപ്പൊ ആരാണ് ദൈവത്തിന്റെ മകൻ, ആരാണ് ദൈവത്തിന്റെ മകൾ? അതും വചനത്തിൽ കൊടുത്തിട്ടുണ്ട്. വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 12-ാമത്തെ വാക്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും. അതാ കർത്താവിന്റെ ദാസൻ ആരാധന പറഞ്ഞ, ഏത് മുസ്ലിം ആയാലും ഹിന്ദു ആയാലും ഹല്ലേലൂയ ആരായാലും പ്രൈസ് ദി ലോർഡ്, വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. ഇന്ന് പകൽക്കാലം ഞാൻ വിളിച്ചു പറയട്ടെ, ഒരു അധികാരമാണ് ദൈവം നമുക്ക് തന്നിട്ടുള്ളത്, അവന്റെ മക്കളായി തീരുവാൻ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അവിടെ ഒരു വാക്ക് എന്നെ ചിന്തിപ്പിച്ചത്, അധികാരം കൊടുത്തു. എന്താകുവാൻ? ദൈവമക്കളാകുവാൻ. എങ്ങനെ? അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിച്ച് ദൈവമക്കളാകുവാൻ ഒരു അധികാരം കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. ആ അധികാരത്തെ നാം ഉപയോഗിക്കുമ്പോൾ ദൈവം നമ്മളെ അവന്റെ മക്കളായി മാറ്റുകയാണ്. അതിൻ്റെ പിമ്പിൽ ഒരു അധികാരമുണ്ട്. ഞാൻ ചിന്തിച്ചത് എങ്ങനെയാണെന്ന് ഇപ്പോൾ ഒരു സാക്ഷ്യം കേട്ടപ്പോൾ, എന്താ പറയുക, നമ്മളെ ആ മക്കളാകുവാൻ, ആ ദൈവത്തിൻ്റെ അവകാശികളാകുവാൻ പലപ്പോഴും പലരും സമ്മതിക്കില്ല. പ്രത്യേകിച്ച് ഈ ലോകത്തിൻ്റെ ശക്തി, അന്ധകാരത്തിൻ്റെ ശക്തി നമ്മളെ ദൈവത്തോട് അടുപ്പിക്കുകയില്ല. നിങ്ങളിവിടെ ഉണ്ടോ? പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ മക്കളാകുവാൻ ഒരിക്കലും ഈ അന്ധകാരത്തിന്റെ ശക്തികൾ അനുവദിക്കുകയില്ല. എന്നാൽ ഇന്ന് പകൽക്കാലം ഒരു അധികാരം ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. അവന്റെ നാമത്തെ വിശ്വസിക്കുന്ന ഏവർക്കും അവന്റെ മക്കളാകുവാൻ എൻ്റെ ദൈവം ഒരു അധികാരം കൊടുത്തിട്ടുണ്ട്. ഇന്ന് പകൽക്കാലം ആ അധികാരത്തിൽ നിന്ന് ഞാൻ വിളിച്ചു പറയട്ടെ, നീ അവകാശിയാകണോ? ദൈവത്തിന്റെ മകനാകണം. യേശുവിൻ്റെ നാമത്തിൽ. സമയം വളരെ മുൻപോട്ട് പോകുന്നല്ലോ. എങ്ങനെയാണ് മക്കളാകുന്നത്? മക്കൾക്ക് മാത്രമേ അവകാശമുള്ളൂ, അവകാശിയായിരിക്കുവാൻ കഴിയുകയുള്ളൂ. നമ്മുടെ ചിന്തതാണ് ദൈവഹിതത്താൽ അവകാശികളാകുക. ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ, ഈ മക്കളാകുവാൻ, അല്ലെങ്കിൽ മകനാകുവാൻ, ദൈവത്തിൻ്റെ മകനാകുവാൻ, മകളാകുവാൻ എന്തെങ്കിലും യോഗ്യത നമുക്കുണ്ടായിരുന്നോ? ഇല്ല. പക്ഷേ ദൈവഹിതത്താൽ ദൈവം നമ്മളെ അവൻ്റെ അവകാശിയായി മാറ്റി. ഹല്ലേലൂയ. എന്നെയും നിങ്ങളെയും അവൻ്റെ ഹിതത്താൽ ദൈവം അവകാശികളായി മാറ്റിയതോർത്ത് നന്ദിയോടെ ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. അവകാശി ആരാണ്? അവകാശി മക്കളാണ്. ആരാണ് മക്കൾ? അവന്റെ നാമത്തെ ഏറ്റുകൊണ്ട് അവനെ സ്വീകരിക്കുന്നവർക്ക് ദൈവ മക്കളാകുവാൻ എൻ്റെ കർത്താവ് അധികാരം കൊടുത്തു. ഹല്ലേലൂയ. ഇനി നമ്മൾ വായിച്ച വാക്യത്തിലേക്ക് വരുമ്പോൾ, ഗലാത്യ ലേഖനം 4:6 വാക്യത്തിൽ വായിക്കുമ്പോൾ, നിങ്ങൾ മക്കളാകൊണ്ട്, അപ്പോൾ നമ്മൾ മക്കളായി. എങ്ങനെയാ? യേശുവിനെ സ്വീകരിച്ചതുകൊണ്ട്. ഇങ്ങനെ മക്കളായ നമ്മൾ അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന ഒരു നിമിഷം മക്കളായി തീർന്നപ്പോഴാണ് അപ്പനെ അപ്പ എന്ന് വിളിക്കുവാനുള്ള അധികാരം ലഭിച്ചത്. ഓ, നിങ്ങൾ ഇവിടെ ഇല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൻ തിരിഞ്ഞു നോക്കണമെങ്കിൽ, അപ്പ എന്ന് വിളിക്കുമ്പോൾ അപ്പൻ തിരിഞ്ഞു നോക്കണമെങ്കിൽ മക്കളായെങ്കിലേ സാധിക്കൂ. ഓ, നിങ്ങൾ ഇവിടെ ഉണ്ടോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എല്ലാവർക്കും അധികാരമില്ല. മക്കൾക്ക് അപ്പനെ നോക്കി അപ്പ എന്ന് വിളിക്കുവാനുള്ള അധികാരമുള്ളൂ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ചിലരൊക്കെ അപ്പ എന്ന് വിളിക്കുമ്പോൾ ശബ്ദം കേൾക്കുകയില്ല, കാരണം അവനുള്ള അധികാരം ഇല്ലാത്തത് കൊണ്ടാണ്. ചിലർ എൻ്റെ അപ്പ എന്ന് ചിലർ വിളിക്കുമില്ല. നെഞ്ചത്തടിച്ചിട്ട്
എന്താ അർത്ഥം? ഞാൻ അധികാരിയാണ്, എൻ്റെ അപ്പനെ അപ്പ എന്ന് വിളിക്കുവാനുള്ള അധികാരവും ആ പദവിയും എനിക്കുള്ളിടത്തോളം കാലം ധൈര്യമായി കൃപാസനത്തിന്റെ അടുത്തിലേക്ക് വന്ന് അപ്പാ പിതാവേ എന്ന് വിളിക്കുവാൻ ദൈവം നമുക്ക് അവസരം ഒരുക്കിയതോർത്ത് നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുകയാണ്. Glory to God. Glory to God. പോകുന്നവനും വന്നവനും എല്ലാം അപ്പ എന്ന് വിളിച്ചാൽ ഈ അപ്പ തിരിഞ്ഞു നോക്കുകയില്ല. കാരണം യേശു ക്രിസ്തു തന്നെ പറയുന്നുണ്ട്, മത്തായി സുവിശേഷം 7-ാം അധ്യായത്തില്, അന്നാളിൽ എന്നെ നോക്കി അനേകർ കർത്താവേ കർത്താവേ എന്ന് വിളിക്കും. അന്നാളിൽ അതെന്ത് നാളാ? നിങ്ങൾ ചിന്തിച്ചാൽ മതി, അതിലേക്ക് പോകാൻ നമുക്ക് സമയമില്ല. അന്നാളിൽ അനേകർ എന്നെ നോക്കി കർത്താവേ കർത്താവേ എന്ന് വിളിക്കും. അപ്പോൾ യേശു എന്ന മറുപടി പറഞ്ഞേ, ഞാൻ നിങ്ങളെ ഒരു നാളും. ഇവിടെ ഉണ്ടോ? അപ്പൊ ഇത്രയും നാൾ അപ്പ അപ്പ എന്ന് വിളിച്ചത് കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടായോ? ഇല്ല. കർത്താവ് പറയുന്നു, ഞാൻ നിങ്ങളെ ഒരു നാളും അറിയുന്നില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മക്കളാകുവാൻ അധികാരമുണ്ട്. ആ മക്കൾക്ക് മാത്രമേ അബ്ബാ പിതാവേ എന്ന് വിളിക്കുവാനുള്ള അധികാരമുള്ളൂ. അവർക്ക് മാത്രമേ അവകാശികളാകുവാനുള്ള അധികാരമുള്ളൂ. യേശുവിന്റെ നാമത്തില് അപ്പ എന്ന് വിളിക്കുന്നു തെറ്റില്ല. പക്ഷേ അപ്പൻ തിരിഞ്ഞു നോക്കണമെങ്കിൽ നീ ആ അപ്പന്റെ മകനായെങ്കിൽ മാത്രമേ ആ അപ്പൻ തിരിഞ്ഞു നോക്കുകയുള്ളൂ. അപ്പോൾ തന്നെ നിനക്ക് അവകാശിയായി തീരുവാൻ കഴിയുകയുമുള്ളൂ. സ്തോത്രം. അതുകൊണ്ട് യേശു ക്രിസ്തു പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പോൾ എങ്ങനെ? ഞങ്ങളുടെ സ്വർഗസ്ഥനായ. ഈ പലരും ഇത് ചൊല്ലുന്നുണ്ട്, പക്ഷെ എന്ത് അർത്ഥത്തിലാണ് ചൊല്ലുന്നതെന്ന് എനിക്കറിയില്ല. ഹല്ലേലൂയ. എൻ്റെ ചെറുപ്രായത്തിൽ ഈ മിഷനാശുപത്രിയുടെ മുമ്പിൽ തൃപ്പോകൾ അങ്ങാടി എന്ന് പറഞ്ഞ ഒരു 7 മുറിയുണ്ട്. അപ്പോൾ എൻ്റെ ചെറുപ്രായത്തിൽ, ഈ കൊച്ചിൻ്റെ പ്രായത്തിലൊക്കെ അവിടെ എന്താ പറയുക, ഈ പണ്ടത്തെ കാലത്ത് മണ്ണെണ്ണ വിളക്ക് പിടിച്ചിട്ടൊരു യാത്രയുണ്ട്. കുരിശിൻ്റെ വഴി. ആ കുരിശിൻ്റെ വഴി വന്നിട്ട് അവസാനം നമ്മുടെ ഇവിടെ ഈ മൂലയിൽ അവിടെ നിൽക്കും വഴി പ്രാർത്ഥന. അപ്പോൾ ചെറുപ്പത്തിൽ എനിക്കൊക്കെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ഈ വഴി പ്രാർത്ഥനയ്ക്കൊക്കെ പോയാൽ കൊള്ളാമെന്ന്. പക്ഷെ വിടണ്ടേ, നമ്മളിതിനകത്തല്ലേ. അപ്പോൾ ഞാൻ അവരുടെ പ്രാർത്ഥന കേട്ടിട്ടുണ്ടെന്ന്. സ്വർഗസ്വനായ ഞങ്ങൾ. ഏതർത്ഥത്തിലാണ് നിങ്ങളിത് പറയുന്നത്? ഈ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് എന്ന് പറയുമ്പോൾ പിതാവ് കേൾക്കുന്നുണ്ടോ? പിതാവ് തിരിഞ്ഞു നോക്കുന്നുണ്ടോ? പിതാവ് തിരിഞ്ഞു നോക്കണമെങ്കിൽ നിങ്ങൾ മക്കളാകണം. ഹല്ലേലൂയ. നിങ്ങൾ മക്കളായെങ്കിൽ മാത്രമേ അബ്ബാ പിതാവേ എന്ന് വിളിക്കുമ്പോൾ ആ പിതാവ് നിനക്ക് ഉത്തരം അരുളുകയുള്ളൂ. അതുകൊണ്ട് ഇന്ന് ഇവിടെ ആരാധനയ്ക്ക് വന്നിരിക്കുന്ന നിങ്ങളോട് ഞാൻ വിളിച്ചു പറയട്ടെ, ഞാൻ ദൈവത്തിന്റെ മകനാണോ? ഞങ്ങൾ ദൈവത്തിന്റെ മക്കളാണോ? ജീസസ്, പ്രൈസ് ദി ലോർഡ്. ദൈവഹിതത്താൽ അവകാശിയായി തീർന്നു. എങ്ങനെ? ഒന്ന്, അവന്റെ നാമത്തെ കൈക്കൊണ്ടതിനാലെ മക്കളായതുകൊണ്ട് അപ്പാ പിതാവേ. ഒരു തമിഴ് പാട്ടിന് നേരമില്ല. അപ്പാ പിതാവേ അൻപാണ ദേവാ അരുമൈ രക്ഷകരേ. നേരമില്ല പാടാൻ. അപ്പാ പിതാവേ എന്ന് വിളിക്കുവാനുള്ള അധികാരം. സ്തോത്രം. ഇന്ന് നീ അവന്റെ മകനാണെങ്കിൽ മകളാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഗ്യാരണ്ടി പറയാം, ഇവിടെ നിന്ന് അപ്പാ പിതാവേ എന്ന് വിളിക്കുമ്പോൾ ഇറങ്ങി വരുന്ന ഒരു ദൈവ സാന്നിധ്യമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നീ അവന്റെ മകനാണെങ്കിൽ മകളാണെങ്കിൽ അപ്പാ പിതാവേ എന്ന് വിളിക്കുമ്പോൾ ഇറങ്ങി വരുന്ന ദൈവ സാന്നിധ്യമുണ്ട്. നിന്നെ മാറോട് ചേർക്കുന്ന ഒരു ദൈവ